Hi, and now the time is 9:55. Still now I'm at the bed. So, എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർ വിചാരിക്കും ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര അടിപൊളിയാണ്, എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് ചെയ്യും, ഭയങ്കര ഡിസിപ്ലിനാണ്, കൺസിസ്റ്റൻ്റ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എപ്പോഴും ഞാൻ അങ്ങനെയല്ല കേട്ടോ. സംടൈംസ് ഐ ഫീൽ സോ ലോ. ടുഡേ അല്ല, കുറച്ച് 2-3 ദിവസമായിട്ട് എൻ്റെ ഫുള്ള് പോയി കിടക്കുകയാണ്. ഭയങ്കര ലോയാണ്, ഫുൾ ലോസ്റ്റായി കിടക്കുകയാണ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്നല്ല, ഒരു 4-5 ദിവസമായി. എന്താ പറയുക, എൻ്റെ ഫുൾ പോയി, എനിക്കൊട്ടും പറ്റാത്ത രീതിക്കായിരിക്കുകയാണ്. ഒരുപാട് എനിക്ക് പഠിക്കാനുണ്ട്. ആൻഡ് 2 എക്സാംസ് വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് എക്സാംസ്. അപ്പോൾ അതിന് പോലും എനിക്ക് പഠിക്കാൻ വേണ്ടി 70 ഡേയ്സേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു 3G അടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീറ്റ് എനിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുക, ഐ കൻ ഇവൻ ഒന്നിനും പറ്റുന്നില്ല. ഒന്ന് ജസ്റ്റ് എണീക്കാനോ പോലും തോന്നുന്നില്ല. ഇന്ന് ക്ലാസ് ഉണ്ട്, സ്റ്റിൽ നൗ ഞാൻ പോയിട്ടില്ല. ആൻഡ് ഐ ഫീൽ സോ ലോ. ഞാനങ്ങനെ ഒരുപാട് ആലോചിച്ചു എന്താണ് പറ്റിയത് എന്നിങ്ങനെ ഒരുപാട് അയച്ചു. ദെൻ ഐ ഗോട്ട് ആൻ ആൻസർ. ബേൺ ഔട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് മെൻ്റൽ എക്സോഷൻ കോസ്ഡ് ബൈ പ്രൊലോങ്ഡ് ഓവർവെയിമിംഗ് സ്ട്രെസ് ഫ്രം അക്കാഡമിക് ഡിമാൻഡ്സ് ആൻഡ് പ്രഷർ. യെസ്, അതാണ് ബേൺ ഔട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എനിക്കിതെന്താണെന്ന്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നതിലൊക്കെ കാട്ടിലും എന്തൊക്കെ വലിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഓടുകയാണ്. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കില്ല, ഹെൽത്ത് നോക്കില്ല. ചില സമയങ്ങളിൽ നമ്മളെ കുറിച്ചേ മറന്ന് ആ ഒരു ഡ്രീമിന് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കും. ഫുൾ കപ്പാസിറ്റി പോയി, ഫുൾ കോൺസെൻട്രേഷൻ പോയി ഒക്കെ നിൽക്കും. നമ്മൾ ഫുൾ ബേൺ ഔട്ടാവും. ഈ ബേൺ ഔട്ട് തന്നെ 3G അടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. ബട്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറം വന്നാലും നമ്മൾ ഇതിൻ്റെ പുറത്ത് വന്നേ പറ്റുള്ളൂ. ബിക്കോസ് വി നീഡ് ടു ബിക്കം സക്സസ്. ഒരുപാട് ഡ്രീംസ് അച്ചീവ് ചെയ്യാനുണ്ട്. സോ ഇതിനപ്പുറം നമ്മൾ കടന്ന് പുറത്ത് വരും. ഈ 3G അടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്ത് വരും. ഇനി എന്തൊക്കെ വന്നാലും ഇതിൽ നിന്നൊക്കെ പുറത്ത് നിന്ന് ടാക്കിളായി വന്നേ പറ്റത്തുള്ളൂ നമ്മൾ. സോ ഹിയർ ഈസ് ഹൗ ഐ ടാക്കിൾ ഫ്രം ദിസ് ബേൺ ഔട്ട്. ദ ജേർണി ഈസ് ഹിയർ. ഓക്കെ. ആൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ റൂം ഇസ് അവർ മൈൻഡ്സ് റിഫ്ലക്ഷൻ എന്ന്? കേട്ടിട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ശരിയാണ്. ഇഫ് മൈ മൈൻഡ് ഈസ് മെസ്സി, മൈ റൂം ഈസ് ഓൾസോ മെസ്സി. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തത് എൻ്റെ റൂം ക്ലീൻ ആക്കാമെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റൂം ക്ലീൻ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ ഫുൾ ആ ഒരു ഡേ തന്നെ അടിപൊളിയായ മാതിരിയാണ്. സോ ഞാൻ ആദ്യമേ തന്നെ എൻ്റെ റൂം അടിപൊളിയാക്കി. എൻ്റെ ടേബിളും ബെഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് തുണികളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ക്ലീൻ ചെയ്ത് അയയിൽ കിടന്ന് നനച്ചിട്ടിരുന്ന ഡ്രസ്സൊക്കെ മടക്കി വെച്ച് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ച്. ടേബിളെന്ന് വെച്ചാൽ ടേബിൾ ഭയങ്കര മെസ്സിയായിരുന്നു. കാരണം ഞാൻ ഇരുന്ന് പഠിക്കുന്നില്ലല്ലോ, ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമ്മളത് ക്ലീൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ ടേബിളിൽ ഒരുപാട് സാധനങ്ങളിങ്ങനെ ബാഗും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കൃത്യമായിട്ട് വെക്കേണ്ടടുത്ത് വെച്ച് ബാഗൊക്കെ ഹാങ് ചെയ്യാനുള്ളത് ഹാങ് ചെയ്ത് എൻ്റെ റൂം ഞാനൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളിയാക്കി എടുത്തു. അത് കാണുമ്പം തന്നെ സത്യം പറഞ്ഞാൽ ഒരു ബേൺ ഔട്ടിൽ നിന്ന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് കേട്ടോ. അതിൽ നിന്നൊന്ന് ഇറങ്ങി വന്ന പോലെയാണ്. പിന്നെ നമ്മൾ തല തണുപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. സോ ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ബാത്ത് ആഫ്റ്റർ ദിസ്. ആൻഡ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മേശപ്പുറത്ത് അതാ ഒരു ഗ്ലാസ് മോര്. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്, കാരണം തണുപ്പ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. സോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തൈരായതുകൊണ്ട് തന്നെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കുളിച്ചതാണ്. കുളിച്ചിട്ട് വരുമ്പോൾ എന്തെങ്കിലും തണുപ്പുള്ള ചെറിയൊരു റിഫ്രഷിങ് സാധനം കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ലൈം കുടിക്കുക, ഇതുപോലെ മോര് കുടിക്കുക, ഇങ്ങനത്തെയൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊരു മോരുണ്ടാക്കി വെച്ചു. പിന്നെ നമ്മളെന്താ ആസ് യൂഷ്വൽ പരിപാടിയിലോട്ട് കിടങ്ങാൻ നിന്നു. ബേൺ ഔട്ട് ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ 2-3 ദിവസം പഠിക്കാത്തതിൻ്റെ ക്ഷീണം കൊണ്ട് പത്രം വാങ്ങിക്കാൻ തന്നെ ആദ്യം എടുത്തു. കാരണം പത്രം വായന ഇല്ലായിരുന്നു. സോ ഒരു കട്ടനൊക്കെ ആയിട്ട്
ടേബിളിൻ്റെ മുന്നിൽ വന്നിരുന്നു. അവിടെ എത്താൻ പെട്ട പാടെ എനിക്കേ അറിയാവൂ, കാരണം പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാതെ വന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പോമഡോറോ ടെക്നിക്ക് വെച്ച് 25 മിനിറ്റ്സ് ഒരു ടൈമറൊക്കെ വെച്ചിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് അങ്ങനെയാണ് പത്രം വായിക്കാൻ വേണ്ടി ഇരുന്നത്. സോ പത്രം വായിക്കാൻ അത്ര ഈസി അല്ലായിരുന്നു. കുറേ ദിവസം കൊണ്ട് പഠിക്കാത്തതുകൊണ്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ട്. കാരണം പത്രം വായിക്കുന്ന അറിയാമല്ലോ, നമ്മൾ എഡിറ്റോറിയൽസൊക്കെ നല്ലപോലെ വായിക്കണം. സോ അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാം മനസ്സിൽ വിചാരിച്ച് അങ്ങ് വായിച്ചു. പിന്നെന്താ, വേറെ ഞാൻ ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കറണ്ട് അഫെയർസ് ഞാൻ ടാലൻറ്റിൻ്റെയും കൂടി നോക്കി. ഞാൻ PSCക്ക് വേണ്ടി നോക്കാറുണ്ട്. അവർ ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഇതും കൂടി നോക്കി, അത് നോട്ട് ചെയ്ത് വെച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നില്ല. കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര എനിക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളങ്ങ് നിർത്തി. സത്യം പറഞ്ഞാൽ ഒന്നും ചേർന്ന് ഒരു പത്രമെങ്കിലും വായിച്ച് കുറച്ച് കറണ്ട് അഫെയർസൊക്കെ നോക്കിയപ്പോൾ തന്നെ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും സമാധാനമൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.